അങ്ങനെ വീണ്ടും വിഷു വിശേഷങ്ങളായി ഞങ്ങളെ തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് ക്ഷേത്രങ്ങളിലെയൊക്കെ വിശേഷങ്ങൾ അറിയാനുണ്ട്. നമുക്കിനി നേരെ പോവാം തിരുവനന്തപുരത്തോട്ട്. അതെ, അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സുനിഷ അയ്യലൂർ ചേരുന്നുണ്ട്. സുനിഷ, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. നല്ല തിരക്കാണ് രാവിലെ മുതൽ. എല്ലാവരും പല പല ക്ഷേത്രങ്ങളിൽ നിന്ന് പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തും സമാനമാണ് അവസ്ഥ. ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അതേപോലെ തന്നെ വിഷ്ണു ക്ഷേത്രങ്ങളിലടക്കം വലിയ തോതിലുള്ള തിരക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്ഥിതി ഇത് തന്നെയാണ്. ഒരുപക്ഷെ പത്മനാഭ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നവർക്കറിയാം, ഇവിടെ ഓൾറെഡി ഒരു പൈങ്കുരു മഹോത്സവം കൂടി നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു തിരക്ക് കൂടിയുണ്ട്. രാവിലെ 3 മണി മുതൽ ഒരു 4:30 വരെയായിരുന്നു വിഷുക്കണി ദർശനം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഒരുപക്ഷെ പുലർച്ചെ മുതൽ തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള തിരക്കായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആവാറായതുകൊണ്ട് എല്ലാവരും ഇനി മറ്റ് വിഷു സദ്യ മറ്റു കാര്യങ്ങൾക്കൊക്കെയായി വീടുകളിലേക്കൊക്കെ പോകുന്നൊരു സമയമാണ്. ഏതായാലും രാവിലെ മുതൽ തന്നെ വലിയ തോതിലുള്ളൊരു തിരക്കുണ്ടായിരുന്നു ഈ കണി കാണാൻ. കാരണം നേരത്തെ ഇവിടെ കണി ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെത്തി കണി കണ്ടതിന് ശേഷം പുറത്തേക്ക് പോവുക, ഇവിടെ വന്ന് ദർശനം നടത്തുക എന്നതൊക്കെ തന്നെയാണ്. ഈ പത്മനാഭ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കേരളത്തിൽ നിന്ന് മാത്രമല്ല പുറത്തു നിന്നുള്ളവരും ഈ ഉത്തരേന്ത്യയിൽ നിന്ന് അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് വരുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ തോതിലുള്ളൊരു തിരക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പേർ എത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഉത്സവത്തിൻ്റെ ഭാഗമായും ആളുകൾ എത്തുന്നു. അതുകൊണ്ട് തന്നെ അഭൂതപൂർവമായ തിരക്ക് രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ചെറിയ തോതിൽ ഇപ്പോൾ ഏതായാലും കണിയൊക്കെ കണ്ട് എല്ലാവരും പുറത്തോട്ട് പോകുന്ന ഒരു സമയമാണ്. ഏതായാലും ഇനി അങ്ങോട്ട് ഒരു നേരത്തെ വളരെ വിപുലമായി വടക്കോട്ടുള്ള ജില്ലകളിലൊക്കെ വലിയ രീതിയിൽ വിഷു ആഘോഷിക്കുന്നതാണ്. ഇപ്പൊ മർഡോണ പറയുന്നുണ്ടായിരുന്നു സുനിഷയുടെ ആദ്യത്തെ വിഷുവാണ് തിരുവനന്തപുരത്ത്. അതെ, നമ്മുടെ ക്യാമറമാനാണ് മർഡോണ. മർഡോണ പറയുന്നു സുനിഷയുടെ ആദ്യത്തെ വിഷുവാണ് തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം എന്നുള്ളത്. എങ്ങനെയുണ്ട് തിരുവനന്തപുരത്തെ വിഷു നാട്ടിലെ വിഷു തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? നാട്ടിലെ വിഷു എന്ന് പറയുന്നത് എനിക്കൊന്ന് ഒരാഴ്ച നീണ്ടു നിൽക്കുന്നൊരു ആഘോഷം പോലെയായിരുന്നു ഞങ്ങൾക്ക്. കാരണം ഈ കണ്ണൂരൊക്കെ ഈ തുടക്കം മുതൽ ഈ വിഷു ആവുന്നതിന് 2 ദിവസം മുന്നേ തന്നെ ഈ പടക്കമൊക്കെ വാങ്ങി വെക്കുന്നു. പിന്നെ കണി ഒരുക്കാനുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കുന്നു. അങ്ങനെ മുഴുവൻ ഒരു ആഘോഷത്തിൻ്റെ ഒരു രീതിയിലേക്ക് മാറുമായിരുന്നു 2 ദിവസം മുന്നേ തന്നെ. പക്ഷേ തിരുവനന്തപുരത്ത് കുറച്ച് അത്ര വലിയ ആവേശത്തിലേക്ക് ഇല്ലെങ്കിൽ പോലും ഈ പടക്കമൊന്നും കാണാനില്ല. അത് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ രണ്ടാമത് ഈ കണി വെക്കുന്നതിലൊക്കെ തന്നെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിച്ചപ്പോഴും വലിയ പ്രാധാന്യമില്ലെങ്കിലും കണി ഒരുക്കുക, ക്ഷേത്രത്തിൽ പോകുക, ഉച്ചയ്ക്ക് ഒരു വിഷു സദ്യ, ഒരു സാധാരണ രീതിയിലൊരു വിഷു സദ്യ, അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ വിഷു അവസാനിച്ചു എന്നുള്ളതാണ്. പക്ഷേ കണ്ണൂരൊക്കെ സംബന്ധിച്ചിടത്തോളം വിഷുവിടെ ഒരു മൂർധന്യാവസ്ഥയിൽ എത്തുന്നത് തന്നെ ഈ ഒരു രാവിലെയൊക്കെ കണിയൊക്കെ കഴിഞ്ഞ് പടക്കമൊക്കെ പൊട്ടിച്ച് പിന്നെ ഫുഡൊക്കെ ഭക്ഷണമൊക്കെ ഈ വിഷു സദ്യയൊക്കെ കഴിക്കുന്ന സമയമാണ്. പ്രധാനപ്പെട്ട കാര്യം നോൺ വെജ് അടക്കമുള്ളൊരു സദ്യ ഞങ്ങളെ നാട്ടിലുണ്ടാകും എന്നുള്ളതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏതായാലും തിരുവനന്തപുരത്തെ വിഷു കുഴപ്പമില്ല, ഉഷാർ തന്നെയാണ്. പക്ഷേ ഒരു ഇതിൽ നിന്ന് മാറ്റി നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. കാരണം വിഷു ആഘോഷം ഗംഭീരമായ ആഘോഷമാണ്. മലബാർ ഉള്ളത് ഈ വിഷു സദ്യയിൽ നോൺ ഉണ്ടാവും എന്നുള്ളതാണ്, നോൺ വെജ് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൽ. അങ്ങനെയാ എല്ലാ വിഭവങ്ങളും ഉണ്ടാകും. ഒപ്പം തന്നെ ഒരുപക്ഷെ ബീഫ് ചിക്കനും ബീഫും ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അത് തന്നെയാണ് ആ പ്രത്യേകത. അവിടെ അതായത് കണ്ണൂർ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ആ ഒരു ഭാഗത്തേക്കൊക്കെ വിഷു സദ്യയിൽ നമ്മൾ പൊതുവെ സദ്യ എന്ന് പറയുമ്പോൾ നമ്മൾ വെജ് ഐറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് കരുതുന്നത്. പക്ഷേ ഞങ്ങൾക്ക് പാലക്കാടൊക്കെ അങ്ങനെയല്ല. നമുക്ക് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ആ ഒരു മേഖലകളിലൊക്കെ ചിലപ്പോൾ ഓണത്തിന് നോൺ വെജ് ഉണ്ടാവുന്നത് അവർക്ക് ചില മസ്റ്റാണ്. ചില സമയത്ത് ഓണക്കാലങ്ങളിൽ അവർ ഇലയിൽ ചിക്കൻ വിളമ്പിയിരിക്കുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോരോ പ്രത്യേകതകളാണ്. എന്തായാലും വിഷു എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്നത്. പക്ഷേ കുറച്ചധികം ആഘോഷം സുനിഷ പറഞ്ഞ മാതിരി വടക്കോട്ട് പോകുമ്പോൾ കുറച്ച് അധികം ആഘോഷമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തിരക്കും വിശേഷങ്ങളൊക്കെയാണ് സുനിഷ നമുക്ക് പറഞ്ഞു തന്നത്. ഇനി നമുക്ക്